ഈ കോട്ടപ്പുറത്തിന്റെ മണ്ണിൽ പുത്തൻപറമ്പിന് 1000 അഭിവാദ്യങ്ങൾ. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒരുപാട് കൂട്ടുകയും കേരളത്തിലെയും ഇന്ത്യയുടെയും ടൂറിസം മാപ്പിൽ തൃശ്ശൂരിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓർഗനൈസേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഒന്നും കൂടെ എത്ര സുരഭിലമാണ് ആവേശ പോരാട്ടമല്ലേ സുബ്രഹ്മണ്യൻ ചേട്ടൻ പുത്തൻപറമ്പിലുമായി ആവേശകരമായ മത്സരം. എനിക്കറിയാം എന്റെ ഒരു വാക്കുകളുടെയും അകമ്പടി ഇല്ലാതെ എന്തൊരു മത്സരം! ഈ വള്ളംകളി മത്സരങ്ങളിൽ വള്ളംകളിയാണ്. അപ്പോ ഏതാണ്ട് 6 ആളുകളാണോ 7 ആളുകളാണോ നമുക്കറിയില്ല. ജഡ്ജസ് പറയട്ടെ, ഉജ്ജ്വലമായ രീതി സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ സെമി ഫൈനൽ മത്സരങ്ങൾ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ ഹീറ്റ്സ് മത്സരത്തിൽ തുരുത്തിപ്പുറം ട്രാക്കിലൂടെ കടന്നുപോകുന്ന രംഗം അല്പസമയം ചോര പൊടിഞ്ഞാലും അവരറിയുക പോലുമില്ല, കണ്ണീരുമായി അവർ മടങ്ങില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഗോതിരുത്തും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 തമ്മിലുള്ള ആവേശ പോരാട്ടം ട്രാക്കിൽ സമ്മതിക്കുകയാണ്. ഈ പെരിയാറിന്റെ അടിത്തട്ടിനെ പോലും ഇളക്കി മറിച്ചുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യനും ഗോതിരുത്തും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഗോതിരുത്തും തമ്മിലുള്ള ആവേശ പോരാട്ടം ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരിച്ചുകൊണ്ട് വരവ് കണ്ടില്ലേ? എത്ര സുന്ദരമാണ്, എത്ര സുരഭിലമാണ് ആവേശ പോരാട്ടമല്ലേ! ഇതാണ് മത്സരം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആവിൻ തുമ്പിൽ ആദ്യാക്ഷരത്തിന്റെ ഹരിശ്രീ കുറിച്ച് മുന്നോട്ടുള്ള യാത്ര. എത്ര സുരഭിലമാണ് ആവേശ പോരാട്ടമല്ലേ! എത്ര സുരഭിലമാണ് ആവേശ പോരാട്ടമല്ലേ! സെബാസ്റ്റ്യൻ നമ്പർ 2 വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, തങ്ങളുടെ സമയം ക്രമീകരിച്ച് ഈ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നെഹ്റു ട്രോഫി ഈ വിഭാഗത്തിൽ ജയിച്ചവരാണെങ്കിൽ ഇതാ ചെറിയ വണ്ടിന് നിനക്ക് ഒത്ത പോരാളിയായി രാവണ രാക്ഷസ യുദ്ധം പോലെ രാവണ പ്രഭുവിനെ പോലെ ഇതാ കടന്നു വരുന്നു. ഇത് വടക്കമ്പുറം 3-4 ആളുകൾക്ക് മുന്നിലേക്ക് കുതിച്ചു വായുന്നു. ആകാശം വടക്കമ്പുറമേ എന്നെ ചെറിയ വണ്ടിത ഉജ്ജ്വലമായ മത്സരം. ഇതാ കാണികളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരം. അതിന്റെ വടക്കമ്പുറത്തിന്റെ 1-ാം പങ്കാളിക്കാരൻ മുഷ്ടി ചുരുട്ടി വിജയിച്ചു എന്നാണ് തോന്നുന്നത്. പക്ഷെ ഞങ്ങൾക്കറിയില്ല. ബി ട്രാക്കിലൂടെ കടന്നു വന്ന വടക്കുംപുറം വിജയിച്ചതായി റഫറി ജഡ്ജസ് അറിയിക്കുന്നു. താങ്ക് യു. യുദ്ധം കോട്ടപ്പുറത്ത് യുദ്ധം നടക്കുന്നു. കൊച്ചിൻ ടൗണും താണിലും ഗേറ്റും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ആര് ജയിക്കും, ആര് തോൽവൊക്കെ തീപിടിപ്പിച്ച ചരിത്രമുള്ള ക്ലബാണ് DBC കൊച്ചിൻ ടൗൺ. പക്ഷേ അതാ സുബ്രഹ്മണ്യൻ ചേട്ടൻ ആ പ്രായത്തിലുണ്ട് പിതാമഹനായിട്ടുള്ള അതാ ആവേശകരമായ മത്സരം. എന്റെ മത്സരം നേത്രങ്ങൾ കൊണ്ട് ആ പ്രായത്തിന്റെ ആധിക്യത്തെ ഗംഗായത്തിലേൽപ്പിക്കാതെ സുബ്രഹ്മണ്യൻ ചേട്ടൻ പുത്തൻപറമ്പിലുമായി ആവേശകരമായ മത്സരം. എനിക്കറിയാം എന്റെ ഒരു വാക്കുകളുടെയും അകമ്പടി ഇല്ലാതെ തന്നെ മധ്യകേരളത്തിലെ ജലോത്സവ പ്രേമികളിൽ ആവേശം വാരി വിതറിക്കൊണ്ട് മധ്യകേരളത്തിന്റെ എണ്ണം പറഞ്ഞ 2 വള്ളങ്ങൾ ആവേശകരമായി മത്സരം. ഒപ്പത്തിനൊപ്പം ആവേശം നടക്കുന്ന DBC തിരുത്തിപ്പുറമാണ്. ജനകായിക സമിതിയാണ് ആവേശത്തിൽ വളർന്നുകൊണ്ട് തിരുത്തിപ്പുറം പ്രകടിച്ചുകൊണ്ട് അഭിനീതങ്ങളെ കൈതികളാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ഇതിന്റെ കാത്തിരിപ്പിച്ച നിങ്ങളുടെ പറഞ്ഞുകൊണ്ട് ഒരു തിരുത്തിപ്പുറമേ നിതിൻ തോമസ്, രാജിത്രാജൻ, ലൂക്കാസ് ബാബു, ഗുരു ബാബു, സിജോഷ്, റോജി, അനൂപ്, കുട്ടൻ ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി
സുഹൃത്തുക്കളുടെ ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ലൈവ് ടെലികാസ്റ്റിംഗ്. കാരണം അത് നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ അവര് എത്രത്തോളം അവരതിനു വേണ്ടി ബുദ്ധിമുട്ടു എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണണം. കാരണം അത്രയേറെ അതിന്റെ പുറകിൽ ഉൾപ്പെട്ടിരുന്നു. അപ്പോ അവർക്കും ഒരു മിക്സ് ആകും. എന്തായാലും എവിടെയൊക്കെ വള്ളങ്ങളിലുണ്ടോ അവിടെയൊക്കെ വള്ളങ്ങളിൽ ലൈവ് ഗ്രൂപ്പിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ജലോത്സവത്തിലുണ്ട്, മൊത്തമുള്ളതുകൊണ്ട് അത് കൃത്യമായിട്ട് അതിനൊരു മുടക്കം കൂടാതെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് കൈകാര്യം ചെയ്യുന്നു. അപ്പോ ഈ ഒരു അവസരത്തിലൂടെ വിജയം കൈപ്പിടിയിലാക്കിക്കൊണ്ട് അതിനൊരു സമാശ്വാസ ജയം നേടിക്കൊണ്ട് ഈ ട്രാക്കിനെ വിട്ടുപോകുന്നതിനുള്ള ഒരു അവസരം, നല്ലൊരു പ്രോത്സാഹനം നമ്മുടെ സംഘാടക സമിതിയുടെ ഭാഗത്ത് നിന്ന്. അതോടൊപ്പം നമ്മുടെ കൺമുമ്പിലൂടെ ഗോതിരത്തുപുത്രൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ കടന്നു പോകുന്നത്. അപ്പോ ഇനി വരേണ്ടത് നമ്മുടെ അപ്പോ റിസൾട്ട് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ കയ്യിൽ അത് ഞാൻ കണ്ടില്ല. അപ്പോ കഴിഞ്ഞ മത്സരത്തിൽ ആവേശത്തോടെ നമ്മളൊക്കെ ത്രസിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നിലൂടെ എ ഗ്രേഡ് വിഭാഗത്തിന്റെ സെമി ഫൈനലിലൂടെ തിരുത്തിപ്പുറവും ഗോതിരത്തുപുത്രനും കടന്നുപോയപ്പോൾ ആ മത്സരത്തിൽ ബി ട്രാക്കിലൂടെ കടന്നു വന്ന ഗോതിരത്തുപുത്രൻ വിജയിച്ചതായിട്ട് ജഡ്ജസ് ഔദ്യോഗികമായിട്ട് എന്തായാലും പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു കൂട്ടുകെട്ടിലൂടെ കോട്ടപ്പുറം ട്രാക്കിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഗോതിരത്തുപുത്രൻ ജലകായിക സമിതിയിലൂടെ കൈക്കരുത്തിലൂടെ നമുക്ക് മുന്നിലൂടെ കടന്നുപോയി. ഇനി തുടർന്ന് വള്ളങ്ങളുടെ ആഘോഷ ഉത്സവമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബി ഗ്രേഡ് ലൂസേഴ്സിൽ 3-4 സ്ഥാനങ്ങളിൽ മത്സരിക്കുന്നത് എ ട്രാക്കിലൂടെ ഗോതിരത്തും ബി ട്രാക്കിലൂടെ ചെറിയ പണ്ഡിതനും മത്സരിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ ആരായിരിക്കും ഇതിന് തുടക്കം. ഈ മനോഹരമായ കാഴ്ച ഒപ്പത്തിനൊപ്പം ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് കണ്ടുകൊണ്ട് മഴമാടുകയാണ്. ഒരു ചെറിയ വണ്ടിന് നമുക്ക് ചെറിയ വണ്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് ഏറ്റവും ആവേശകരമായ മത്സരത്തിന് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് വിലയിരുത്താൻ കഴിയാത്ത താനിയംഗ്രേറ്റ് ബി ട്രാക്കിലൂടെയും കടന്നു വരുമ്പോൾ തിരുത്തിപ്പുറം എ ട്രാക്കിലൂടെയും കടന്നു വരുമ്പോൾ കോട്ടപ്പുറങ്കായിന്റെ ജനകണികകളെ തുള്ളിത്തെറിപ്പിച്ചുകൊണ്ട് ഒന്ന് ആർപ്പാടിച്ച് ഒന്ന് ആഘോഷിച്ച് ഒന്ന് കൈയടിച്ച് ഇന്ത്യാദിന്റെ പോരാട്ടം തിരുത്തിപ്പുറമാണ്. എന്തൊരു മത്സരം! ഈ വള്ളംകളി മത്സരങ്ങളിൽ വള്ളംകളിയാണ്. അപ്പോ നമ്മുടെ ജില്ലാ കളക്ടർ തെറ്റിച്ചുകൊണ്ട് അപ്പോ ഈ നടന്ന ലൂസേഴ്സ് മത്സരത്തിൽ തിരുത്തിപ്പുറം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ബി ഗ്രേഡിന്റെ ഫൈനലിൽ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2-ഉം വടക്കുംപുറവും ഏറ്റുമുട്ടാൻ തയ്യാറാകുന്നു. തിരുത്തുപുത്രനും പുത്തൻപറമ്പിലും ഇതുവരെ ആ വഞ്ചിയിൽ തുഴച്ചിക്കാർ കയറിയിട്ടില്ല എന്ന് ഇവിടെ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോതിരത്തുപുത്രനും പുത്തൻപറമ്പിലും നിങ്ങളുടെ മത്സരം ഇന്നത്തെ കലാശക്കൊട്ട് ഫൈനൽ മത്സരമാണ്. നിങ്ങൾ തയ്യാറായി അവിടെ ചെന്ന് വിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത മത്സരം ഈ ബി ഗ്രേഡിന്റെ ഫൈനൽ ഇപ്പൊ ഈ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2-ഉം വടക്കുംപുറവും കഴിഞ്ഞാൽ ഈ വടക്കുംപുറത്ത് ഒന്ന് പിടിച്ചു വെട്ടാൻ ആരാരെ കാത്തുവെട്ടും ആരാരെ കടത്തോടെ പറയാനായിട്ട് ഇതാ വടക്കുപുറ പോകുന്നു. സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 പോകുന്നു. എന്റെ വടക്കുപുറമേ സിംഗപ്പൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. ഒന്നാം കളിക്കാരും എഴുന്നേറ്റിരിക്കുമ്പോൾ അര വെള്ളപ്പാട് പാൽ വെള്ളപ്പാട് മുന്നിലേക്ക് വടക്കുപുറം ഇതാ ഇഞ്ചോടിക്ക് താഴാണല്ലോ. ഇല്ല വടക്കുപുറം ഈ ട്രാക്കില് വടക്കുപുറം ഏതാണ്ട് 6 ആളിലാണോ 7 ആളിലാണോ നമുക്കറിയില്ല. ജഡ്ജസ് പറയട്ടെ ഉജ്ജ്വലമായ രീതിയിൽ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഇവിടെ മത്സരിച്ചു. നിങ്ങൾക്ക് 2 വള്ളങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഫ്രണ്ട്സ് വടക്കുംപുറം ക്യാപ്റ്റനായ വടക്കുംപുറം ബി ട്രാക്കിലൂടെ കടന്നുപോയി. സീസൺ ബോയ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 എ ട്രാക്കിലൂടെ കടന്നുപോയി. അങ്ങനെ
അഞ്ചാമത് ഫൈനൽ മത്സരമായിരുന്നു നമ്മൾ കണ്ടത്. അതിൽ 3 ട്രോഫി, 2 റണ്ണറപ്പ്, 2 രണ്ടാം സ്ഥാനം. വടക്കുപുറമെ അഭിനന്ദിക്കുന്നു ഈ കമന്റേറ്റർ ബോക്സ്. തുടർന്ന് ഫൈനൽ മത്സരങ്ങളുടെ വിവരണം എനിക്ക് വിജയിച്ചു മതിയാവോ, ഞാൻ നിന്നെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ശക്തമായിട്ടുള്ള കടന്നുപോയപ്പോൾ എന്തൊരു മത്സരമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്, പുതിയ ചരിത്രത്തിന്റെ പിറവിയെടുക്കലാണ്. കാരണം നദീകരണത്തിന്റെ 2024 സീസണിലേക്ക് പുതിയ നമ്മുടെ ജില്ലാ കളക്ടർ നമ്മോടൊപ്പം ചേരുന്ന ഈ ധന്യ നിമിഷത്തിൽ നമുക്ക് സമ്മാന ദാനകർമ്മത്തിലേക്ക് കടക്കേണ്ടതുകൊണ്ട് എത്രയും വേഗം എത്തിച്ചേരുക. 2 മത്സരങ്ങൾ, ഫൈനലിന്റെ 2 മത്സരങ്ങൾ കാണാൻ സാധിച്ചു. ഈ നാടിന്റെ ആഘോഷത്തിൽ, സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത എല്ലാ ടീംസിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരുപാട് കൂട്ടുകയും കേരളത്തിലെയും ഇന്ത്യയുടെയും ടൂറിസം മാപ്പിൽ തൃശ്ശൂരിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓർഗനൈസേഴ്സിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഒന്നും കൂടെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ആശംസകൾ അറിയിക്കുന്നു. ഇത് ഓർഗനൈസ് ചെയ്തവർക്കും ക്ഷണിക്കുന്നു. നമുക്ക് ഇന്ന് ഈ ജലോത്സവത്തിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രം മാറ്റി എഴുതിയ ജിബി പുത്തൻപറമ്പിൽ വള്ളത്തിന്റെ ഓണറും അതുപോലെ തന്നെ പുത്തൻപറമ്പിൽ പുത്തെഴുത്തിനെയും ഔപചാരികമായി ട്രോഫി കൈമാറുന്ന ചടങ്ങ് അതിന്റെ ഉദ്ഘാടനമാണ്. അതുകൊണ്ട് തന്നെ ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു ചരിത്രമുറങ്ങുന്ന ഈ കോട്ടപ്പുറത്തിന്റെ മണ്ണിൽ പുത്തൻപറമ്പിന് 1000 അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് ട്രോഫി ഏറ്റുവാകുന്ന അവിസ്മരണീയ മുഹൂർത്തമാണ്. ജോണി പുത്തേടത്തും അതുപോലെ തന്നെ പുത്തൻപറമ്പിലിന്റെ തൊഴിൽക്കാരൊക്കെ ചേർന്ന് ആ ട്രോഫി വാങ്ങുന്ന മനോഹരമായ സുന്ദരമായ കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. വിനോദ കാര്യം ചെയ്യുന്നത് ട്രോഫി കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും മാറിയത് അപ്പുറത്ത് കൊടുക്കും. അപ്പം ലൈവിൽ കാണിക്കാനായിട്ടൊരു സൗകര്യമുണ്ട്. ഈ ആർപ്പുവിളികളാണ് നമുക്ക് വേണ്ടത്. ബി ഗ്രേഡ് 1ാം സ്ഥാനം പുനർജനി മോക്ഷത്തിന്റെ വടക്കുംപുറം. ഈ ആവേശത്തിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചത്. സ്നേഹത്തോടും കൂടി ഇത് കഴിഞ്ഞു. ഗോകുലപുത്രൻ 2ാം സ്ഥാനം. ഒരു അടിപൊളി കയ്യടി. തിയറി അപ്ഗ്രേഡ് ക്യാപ്റ്റനായുള്ള TBC തുരുത്തിപ്പുറത്തിന്റെ തുരുത്തിപ്പുറം. നല്ലൊരു കയ്യടി കൊടുക്കുക തുരുത്തിപ്പുറത്തിന്. നമുക്ക് കഴിഞ്ഞ എരഹ്യൂ ട്രോഫി ജലോത്സവത്തിൽ 3ാമത് ട്രോഫി നേടി ഹാട്രിക് നേടിയ ടീമാണ് തുരുത്തിപ്പുറം. ആ തുരുത്തിപ്പുറത്തിന് നല്ലൊരു കയ്യടി. സുബ്രഹ്മണ്യൻ ചേട്ടൻ പ്രായം തളർത്താത്ത പോരാളിയാണ്. ഇനിയും ഒരംഗത്തിനുള്ള ബാല്യം ബാക്കി നിൽക്കുന്ന സുബ്രഹ്മണ്യൻ ചേട്ടനിൽ. സുബ്രഹ്മണ്യൻ ചേട്ടൻ കൈയടിച്ചാൽ പിന്നെ ആരാണ് കൈയടിക്കാത്തത്? നമുക്ക് കൈയടിക്കാം. നല്ലൊരു കൈയടി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 4ാം വിഭാഗത്തിലെത്തിയ ഗോതുരുത്ത് ടീമിന് നല്ലൊരു കൈയടി നമ്മൾ കൊടുക്കണം. കാരണം ഇത് ഈ ആരോഗ്യത്തിന്റെ മത്സരമാണ്. എല്ലാവർക്കും തന്നെ കൊടുക്കുന്ന